ഹായ് ഓൾ, വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. ഞാൻ ആര്യ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടിട്ട് കാറ്റഗറി 3 പാർട്ട് 2 മലയാളത്തിന്റെ ആൻസേഴ്സ് ആണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഒന്നുമല്ല, ജസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യനും ആൻസറും മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് 41 മുതൽ 70 വരെയുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് പാർട്ട് 2 മലയാളവും ഇംഗ്ലീഷ് ആണെങ്കിൽ അത് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പൊ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് 41 മുതൽ 45 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പൊ ആദ്യം ഒരു ഗദ്യഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. അത് വായിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഞാൻ ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത് വെച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാസേജ് ആണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗദ്യഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗോത്ര വിഭാഗങ്ങളായ കുറിച്യർ പ്രധാനമായും അധിവസിച്ചിരുന്ന പ്രദേശം. 41ാമത്തെ ചോദ്യമാണ്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് വയനാടാണ്. അത് നമ്മുടെ ഈ ഒരു പാസേജിൽ കൊടുത്തിട്ടില്ല. നമുക്കറിയാം കുറിച്യർ എന്ന് പറയുന്ന ആ ഒരു വിഭാഗം ആൾക്കാർ താമസിക്കുന്ന സ്ഥലം കേരളത്തില് വയനാടാണ്. തെന്മലയും ഇടുക്കിയും ഒന്നുമല്ല, വയനാട് തന്നെയാണ് അതിന്റെ ഉത്തരം വരുന്നത്. അതോടെ പാസേജുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 42, മുക്കുവർ താമസിച്ച പ്രദേശങ്ങൾക്ക് പറയുന്ന പേരെന്ത്? നെയ്തൽ, മരുതം, പാലൈ, മുല്ലൈ. ഇപ്പൊ 4 സ്ഥലങ്ങളുടെ പേര് തന്നിട്ടുണ്ട്. അതിൽ മുക്കുവർ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ നെയ്തലാണ്. അടുത്ത 43ാമത്തെ ചോദ്യം, കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ എന്നീ ഭൂവിഭാഗങ്ങളെ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അത് തന്നെയാണ് നമ്മുടെ പാസേജ് എന്ന് പറയുന്നത് അല്ലെ. ഈ ഭൂവിഭാഗങ്ങളെയൊക്കെ നമ്മൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? തിണൈകൾ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. 43ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത 44ാമത്തെ ചോദ്യം, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തമിഴകത്തിൽ ഭൂമിയെ വിഭജിച്ചത്? പ്രകൃതിയുടെ പ്രത്യേകത, സമൂഹ ജീവിതം, പ്രകൃതി മനുഷ്യൻ തമ്മിലുള്ള ബന്ധം, ഇവയെല്ലാം. എന്താ ഓപ്ഷൻ ഡി ആണ് വരുന്നത് അല്ലെ. ഇവയെല്ലാമാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. 45ാമത്തെ ചോദ്യം, കൃഷി ചെയ്യുന്ന സമതല പ്രദേശങ്ങളെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? മരുതം, മുല്ലൈ, പാലൈ, കുറിഞ്ചി. ഏതാണ്? കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളെ നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത്? അല്ലെ അതിനെ കൊടുത്തിരിക്കുന്ന പേരെന്താണ്? മരുതം എന്നാണ് അല്ലെ. 45ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്തത് ഒരു പദ്യഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പൊ 46 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങൾ ആ പദ്യത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ പദ്യം വായിക്കുന്നില്ല, നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. കേരളം രമ്യദേശമാവാൻ കാരണമായി പറയുന്നവ ഏതെല്ലാം? സരസ്വതി പ്രഹൃഷ്ടയായി പാർക്കുന്നത്, എല്ലാവരും ഏകവംശജാതരെന്ന് തോന്നിക്കുന്നത്, ക്ഷേത്രങ്ങളും പള്ളികളും തമ്മിൽ കെട്ടപ്പെട്ടു കിടക്കുന്നത്, ഇവയെല്ലാം. ഈ പറയുന്ന എല്ലാതിന്റെ കാരണങ്ങളാണ്. അപ്പോ 46ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത 47ാമത്തെ ചോദ്യം, പെൺകൊടിമാർ കരം കൊട്ടി കളിക്കുന്നത് ഏതവസരത്തിലാണ്? തിരുവാതിര നാളിൽ, ഉത്സവ നാളിൽ, ഓണമഹോത്സവ നാളിൽ, ഇതൊന്നുമല്ല. ഏത് നാളിലാണ് പെൺകുട്ടികൾ കരം കൊട്ടി കളിക്കുന്നത്? ഓണമഹോത്സവ നാളിൽ. 47ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത 48ാമത്തെ ചോദ്യം, പാടകന്നു കുടിലിൽ അണഞ്ഞതാര്? വേചരർ, സരസ്വതി, പെൺകൊടിമാർ, ഇവരാരുമല്ല. ആരാണ്? ഓപ്ഷൻ ബി സരസ്വതിയാണ് 48ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. 49, താണവരും ഉയർന്നവരും ഏകവംശജാതരെന്ന് തോന്നിക്കാൻ നിമിത്തമായത് എന്ത്? കോടി വസ്ത്രം, ദേഹശൗചം, കൈകൊട്ടിക്കളി, ഒത്തുകൂടൽ. പറയുന്നവയിൽ ഏതാണ്? രമ്യയായി, പ്രഹിഷ്ടയായി, പാടകന്ന്, ആശാവകാശം. ഏതാണ് ഉത്തരവായിട്ട് വരുന്നത്? 50ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രഹിഷ്ടയായി. അടുത്ത 51ാമത്തെ ചോദ്യം, അഞ്ജനം അഞ്ജനമാകുന്നത് ഏത് വ്യാകരണ നിയമപ്രകാരമാണ്? താലവ്യാദേശം, കിലോപ സംഗ്രഹം, സ്വര സംവരണം, അനുനാസികാതിപ്രസരം. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി, അനുനാസികാതിപ്രസരം. 51ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത 52, വിദ്യയും രൂപവും ശ്രീയും മതിപ്പിക്കും യുവാക്കളെ. ഈ വരികളിലെ അലങ്കാരം ഏതാണെന്നാണ് 52ാമത്തെ ചോദ്യം. ഓപ്ഷൻസ് പ്രദീപം, സമുച്ചയം, പര്യായം, വിഭാവന. ഓക്കെ. അടുത്തത് 53ാമത്തെ ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക. മോഹമഞ്ഞ, ആവേ മരിയ, ഓർമ്മയുടെ ഞരമ്പ്, ആരാച്ചാർ. അതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി, ആരാച്ചാർ ആണ്. അടുത്ത 54ാമത്തെ ചോദ്യം, മണിപ്രവാള ലക്ഷണ ഗ്രന്ഥമായ ലീലാതിലകത്തിന്റെ ഏത് അധ്യായത്തിലാണ് പാട്ടിന്റെ ലക്ഷണ നിർണയം നടത്തിയിരിക്കുന്നത്?
ഒന്നാം ശില്പം, രണ്ടാം ശില്പം, മൂന്നാം ശില്പം, നാലാം ശില്പം. ഏതാണ് വരുന്നത്? ഒന്നാം ശില്പമാണ്. ഓപ്ഷൻ എ ആണ് 54ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. അടുത്ത 55, രാമകഥ പാട്ട് താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? വടക്കൻ പാട്ട്, ചമ്പു കാവ്യം, മണിപ്രവാള കാവ്യം, തെക്കൻ പാട്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി, തെക്കൻ പാട്ടാണ് 55ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. അടുത്ത 56, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ആര്യഭാഷാ ഗോത്രത്തിൽപ്പെട്ട ഭാഷയാണ് മലയാളം. ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്വതന്ത്ര ഭാഷയാണ് മലയാളം. മലയാളം ഇൻഡോ യൂറോപ്യൻ ഗോത്രത്തിൽ ഉൾപ്പെടുന്നു. ചെന്തമിഴ് പരിണമിച്ചാണ് മലയാളം ഉണ്ടായത്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്വതന്ത്ര ഭാഷയാണ് മലയാളം. 56ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത 57ാമത്തെ ചോദ്യം, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA നിലവിൽ വന്ന വർഷമേത്? 2017, 2000, 2011, 2018. ഏതാണ്? 2017 നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിലവിൽ വന്നത്. 57ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്ത 58, തമിഴ് സംസ്കൃതം എന്നുള്ള സുമനസ്സുകൾ കൊണ്ടുള്ള ഇണ്ടമാല തൊടുക്കിന്റെ പുണ്ടരീകാക്ഷ പൂജയായി ലീലാതിലകത്തിൽ ചേർത്തിരിക്കുന്ന ഈ വരികൾ ഏത് കൃതിയിലേതാണ്? അനന്തപുര വർണ്ണനം, വൈശിക തന്ത്രം, നല്ല ഭാഷ, ഉണ്ണിയച്ചി ചരിതം. ഏതാണ് വരുന്നത്? 58ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്, അനന്തപുര വർണ്ണനം. അടുത്ത 59, ഉപമാനത്തെയും ഉപമേയത്തെയും കുറിക്കുന്ന പദം സമാനമാവുകയും അർത്ഥം വ്യത്യാസമാവുകയും ചെയ്യുന്ന അലങ്കാരമേത്? ഉപമ, ശ്ലേഷം, ഉൽപ്രേക്ഷ, രൂപകം. അപ്പൊ അലങ്കാരത്തിനെ ബേസ് ചെയ്ത് രണ്ടാമത്തെ ചോദ്യമാണിത്. 59ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി, ശ്ലേഷമാണ്. 60ാമത്തെ ചോദ്യം, ഉള്ളൂരിന്റെ മരണത്തിൽ അനുശോചിച്ച് വടക്കുംകൂർ രാജരാജവർമ്മ രചിച്ച വിലാപ കാവ്യം ഏതാണെന്നാണ്? ഒരു വിലാപം, മഹാചരമം, ബാഷ്പാഞ്ജലി, കണ്ണുനീർത്തുള്ളി. ഏതാണ്? ഓപ്ഷൻ ബി, മഹാചരമം. ഓക്കെ. 61, വരട്ടെ ഏത് പ്രകാരത്തിന് ഉദാഹരണമാണ്? നിർദ്ദേശകം, വിധായകം, നിയോജകം, അനുജ്ഞായകം. ഏതാണ്? വരട്ടെ എന്ന പദം നിയോജക പ്രകാരത്തിന് ഉദാഹരണമാണ്. 61ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആണ്. മഹാകവി ഉള്ളൂർ രചിച്ച ചമ്പു കാവ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉമാകേരളം, സുജാതോദ്വാഹം, രാമായണം, നൈഷധം. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി, സുജാതോദ്വാഹമാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത 63, പച്ചവട് എന്ന ഗോത്ര കവിതാ സമാഹാരം എഴുതിയത് ആര്? അശോകൻ മറയൂർ, സുകുമാർ ചാലിഗദ്ദ, ധനു വേങ്ങഞ്ചേരി, പി ശിവലിംഗൻ. ആരാണ് എഴുതിയത്? അശോകൻ മറയൂറാണ്. 63ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്ത 64, ചേരുംപടി ചേർക്കാനാണ്. അല്ല, തെറ്റായിട്ടുള്ള ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? സാകേതം ശ്രീ എൻ ശ്രീകണ്ഠൻ നായർ, ദൈവത്താർ കാവാലം, ആ മനുഷ്യൻ നീ തന്നെ CJ തോമസ്, ആ കനി തിന്നരുത് G ശങ്കരപ്പിള്ള. അപ്പൊ ഇതില് തെറ്റായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ആ കനി തിന്നരുത് G ശങ്കരപ്പിള്ള. അടുത്ത 65ാമത്തെ ചോദ്യം, ശരിയായ പദം എഴുതുക. ഇത് 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ നേരത്തെ ഞാൻ കണ്ടിട്ടുള്ളത്. കേട്ടിട്ട് 3ക്ക് തന്നെയാണോ എന്ന് ഓർക്കുന്നില്ല, എങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഐച്ഛികം. അങ്ങനെയാണ് ആ വാക്ക് നമ്മൾ എഴുതുന്നത്. അടുത്തത് 66ാമത്തെ ചോദ്യം, ത എന്ന വിഭാഗത്തിൽ ത ഏത് വിഭാഗത്തിൽ പെടുന്ന അക്ഷരമാണ്? ദന്ത്യം, താലവ്യം, മൂർധന്യം, വർസ്യം. ഇപ്പൊ എന്താണ് വരുന്നത്? ദന്ത്യം. ത ഉച്ചരിച്ച് നോക്കിയാൽ ഇപ്പൊ നമുക്ക് അറിയാം എന്താണ്, പല്ലാണ് അവിടെ കൂടുതൽ ഇൻവോൾവ് ആവുന്നത് അല്ലെ. അപ്പം ദന്ത്യമാണ്. ത എന്ന് പറയുന്ന അക്ഷരം ദന്ത്യത്തിലാണ് വരുന്നത്. 66ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്ത 67, തെല്ലിതിൻ സ്പർശമില്ലാതെ ഇല്ലലങ്കാരം ഒന്നുമേ ഏതിന്റെ? വാസ്തവോക്തി, സാമ്യോക്തി, അതിശയോക്തി, ശ്ലേഷോക്തി. എന്താണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി, അതിശയോക്തിയാണ് വരുന്നത്. 67ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത 68, ദ്രാവിഡ ഭാഷകൾ ഏത് കക്ഷ്യയിൽ ഉൾപ്പെടുന്നു? വൈകൃത കക്ഷ്യ, സംശ്ലിഷ്ട കക്ഷ്യ, പ്രാകൃത കക്ഷ്യ, അപഗ്രഥിത കക്ഷ്യ. അപ്പൊ ഏതാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്? 68ാമത്തെ ചോദ്യത്തിന് ഉത്തരം സംശ്ലിഷ്ട കക്ഷ്യയാണ്. 69, കൗശലം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി താഴെ പറയുന്നവയിൽ ഏതാണ്? അകത്തു കത്തിയും പുറത്തു പത്തിയും, അകട വികട സാമർഥ്യം, അകം കൊള്ളുക, അകം തുറക്കുക. 69ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി, അകട വികട സാമർഥ്യം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 70ാമത്തെ. നല്ലൊരു ഏകാംഗ നാടകത്തിന്റെയോ ആധുനിക ചെറുകഥയുടെയോ കാവ്യസാത്കൃത രൂപമാണ് ആധുനിക ഖണ്ഡകാവ്യങ്ങൾ എന്ന് പറയാം. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഇത് ആരുടെ അഭിപ്രായമാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്? KP അപ്പൻ, S ഗുപ്തൻ നായർ, പ്രൊഫസർ NP പണിക്കർ. ഇവരാരുമല്ല. അപ്പൊ 70ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഏതാണ്?
ഓപ്ഷൻ സി പ്രൊഫസർ MP പണിക്കർ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ, ഇത്രയും 30 ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.